പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി ഉടലെടുത്ത CPM-CPI ഭിന്നത പൊട്ടിത്തെറിയിലേക്ക് നീങ്ങവേ വിഷയത്തിൽ ഇരു പാർട്ടികളുടെയും കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു. പ്രശ്നം വഷളാക്കരുതെന്ന കർശന നിർദ്ദേശം ഇരു പാർട്ടി കേന്ദ്ര നേതൃത്വങ്ങളും സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വിട്ടുനൽകാനാവില്ലെന്ന നിലപാടിൽ തന്നെയാണ് CPM കേന്ദ്ര നേതൃത്വം ഉള്ളത്. ഇടതുമുന്നണിയെ ആകെ ഉലക്കുന്ന തർക്കമായി പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എത്തിയതോടെയാണ് ഇരു പാർട്ടികളുടെയും കേന്ദ്ര നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടത്. സംസ്ഥാനത്ത് ഇനി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കാനിടയില്ല. കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്ത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനാണ് ധാരണ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ഇത്രയും കാലം CPM-ന് തന്നെയായിരുന്നു. ഇതിൽ മാറ്റമില്ലെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട്. ഈ നിലപാട് മാറ്റാൻ CPM കേന്ദ്ര നേതൃത്വത്തിനും കഴിയാത്ത സ്ഥിതിയാണ്. സാങ്കേതികം മാത്രമായ ഈ പദവി ഇപ്പോൾ ഇരു പാർട്ടികളുടെയും അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് CPM-ൽ നിന്ന് തന്നെയെന്ന് മാധ്യമങ്ങളോട് പിണറായി വിജയൻ തറപ്പിച്ചു പറഞ്ഞതോടെയാണ് വിവാദം കത്തിപ്പടർന്നത്. ഏകപക്ഷീയമായി പിണറായി വിജയൻ അഭിപ്രായം പറഞ്ഞതിനെ കടുത്ത ഭാഷയിലാണ് CPI വിമർശിച്ചത്. സർക്കാരിന്റെ അവസാന കാലം മുതൽ തന്നെ CPM-CPI ഭിന്നത രൂക്ഷമായിരുന്നു. രണ്ടാഴ്ചയിലൊരിക്കൽ CPM-CPI സംസ്ഥാന സെക്രട്ടറിമാർ കൂടിയാലോചന നടത്തുന്ന രീതി മുമ്പുണ്ടായിരുന്നു. എന്നാൽ PMC വിഷയം കത്തിയതോടെ ആ ഏകോപനം മുറിഞ്ഞു. അതിനുശേഷം ഇങ്ങോട്ട് ക്രിയാത്മകമായ ചർച്ചകൾ ഇരു പാർട്ടികളും തമ്മിൽ നടന്നിട്ടില്ല. സംയുക്ത പാർലമെന്ററി പാർട്ടി യോഗം പോലും തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നില്ല. ഇരു പാർട്ടികളുടെയും കേന്ദ്ര നേതൃത്വങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഇരുന്ന വിഷയത്തിൽ പിണറായി വിജയൻ ഏകപക്ഷീയമായി നിലപാട് പ്രഖ്യാപിച്ചത് എന്തടിസ്ഥാനത്തിൽ എന്നാണ് CPIയുടെ ചോദ്യം. എന്നാൽ CPM വഹിച്ചിരുന്ന ഉപനേതാവ് സ്ഥാനത്തിനു വേണ്ടി പരസ്യമായി CPI അവകാശവാദം ഉന്നയിച്ചത് എന്തടിസ്ഥാനത്തിൽ എന്നാണ് CPM-ന്റെ തിരിച്ചുള്ള ചോദ്യം. മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് വിവാദം മാറിയതോടെ ഇരു പാർട്ടികളുടെയും കേന്ദ്ര നേതൃത്വം ഉടൻ തീരുമാനം എടുക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.